എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ നല്ല വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പിയാണ്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. പുട്ടിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, അപ്പമാണെങ്കിലും ഇടിയപ്പമാണെങ്കിലും എന്തിന്റെ കൂടെയും പറ്റുന്ന നല്ല കടലക്കറി. ആദ്യം നമ്മൾ തലേദിവസം കടലയൊക്കെ വെള്ളത്തിലിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നേ. അപ്പം അത് വെള്ളത്തിൽ കിടക്കുന്നതിന് മുന്നേ അങ്ങ് ഇടുവാണെങ്കിൽ രാവിലെ നമുക്ക് പണി എളുപ്പമുണ്ടല്ലോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ ഇട്ടാലും മതിയേ. അപ്പോൾ എന്താണേലും ഒരു 8-9 മണിക്കൂർ വെള്ളത്തിൽ കിടക്കണം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വലിയുള്ളി കനം കുറച്ചരിഞ്ഞതാണേ. പിന്നെ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത്. എനിക്കിഷ്ടമാണ് ഈ വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയാണ് എന്തിൻ്റെ കൂടെയാണേലും തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. നമ്മൾ ഇത് റെഡിയാക്കാൻ പോകുന്നത് കുക്കറിലെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് വഴറ്റാതെ പണി എളുപ്പമാക്കുന്ന രീതിയിലാണ്. രാവിലെ നല്ല തിരക്കായിരിക്കും. അപ്പം ഇത് വഴറ്റിക്കൊണ്ടിരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതിനകത്ത് വെള്ളം കൂടി പോകരുത്, നമുക്ക് ഗ്രേവി അന്നേരം ടേസ്റ്റ് ഇല്ലാതെ വരുവേ. അതായത് കടലയുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള കടല വേവുമ്പം കടലയ്ക്ക് നല്ലൊരു രുചിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ എല്ലാം കൂടി അങ്ങ് കുക്കറിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഇട്ടൊന്ന് വഴറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ എണ്ണ കുറച്ച് കൂടുതലും കസ്റ്റമേഴ്സ് പറയുന്നത് എണ്ണ അധികം വേണ്ടേ എന്നാണ് ആദ്യം അവർ പറയുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതാണ് നല്ലതെന്ന് തോന്നി. പച്ചമുളക് എരിവിന് കുറച്ച് കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ച് മുളക് പൊടിയിൽ കുറവ് വരുത്തിയാൽ മതിയേ. തക്കാളി നമ്മൾ കുക്കറിൽ വേവുന്നത് കൊണ്ട് വെന്ത് കുഴഞ്ഞ് എല്ലാം നല്ല റെഡിയായി വരികയും ചെയ്യും. ഇപ്പൊ കണ്ടോ വെള്ളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ? അധികമൊന്നും കൂടിപ്പോയിട്ടില്ലേ. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ വേണ്ടി വരുവേ. ഓരോരുത്തരുടെയും കുക്കറിനെ മാതിരി ഇരിക്കും കേട്ടോ. എങ്ങനെയാണേലും കടല വെന്തിരിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളേ. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടു എന്ന് വിചാരിച്ച് വേവാതെ ഒന്നും ഇരിക്കല്ലേ. തക്കാളിയൊക്കെ നല്ല കുഴഞ്ഞ് നല്ല പരുവായി വരും കേട്ടോ. ഇപ്പൊ നോക്കിക്കേ, വെള്ളം ഒട്ടും മുകളിലേക്ക് കൂടി നിൽക്കരുതേ. ഇനി അങ്ങ് വേവാൻ സ്റ്റൗവിലേക്ക് വെക്കാം. ഞാൻ ഈ ഒരു അരമുറി തേങ്ങയാണ് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നല്ല പച്ച തേങ്ങ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് മസാല പൊടികളും കൂടെ നമുക്ക് വേണേ. മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി. ഞാൻ കറക്റ്റ് അളവെല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടുന്നുണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിലൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി പെരിഞ്ചീരകം വേണേ. അത് മറക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കടലക്കറിക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ, അധികം വേണ്ട കേട്ടോ. എണ്ണയെല്ലാം വളരെ ചുരുക്കിയിട്ടുള്ള കറിയാണേ. അപ്പോൾ നമ്മുടെ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരണം. അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നിരന്ന പാനായതുകൊണ്ട് എണ്ണ ഒഴുകിപ്പോയി. അപ്പോൾ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ പെരിഞ്ചീരകം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അതങ്ങിട്ട് അതും ഇളക്കി കൊടുത്ത് മൂക്കണം. ആദ്യം ഒരു കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്ത് തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വേഗം വറ്റി വരാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ വറുത്തരച്ച കറിക്കുണ്ടല്ലോ നല്ലൊരു മണമുണ്ട്. നമ്മളിങ്ങനെ കൊതിപ്പിക്കുന്നത് നല്ല ഫ്ലേവറും ആണ്. ഇടയ്ക്ക് ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല വറുത്തരച്ച കടലക്കറി. ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമന്ന് തുടങ്ങിയിട്ടുണ്ടേ. നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ, അപ്പോഴേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പം നന്നായിട്ട് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. മീഡിയമോ ലോയോ ഫ്ലെയിം ആക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കും. ഇപ്പോൾ ഇത് റെഡിയായതിനകത്തേക്ക് ഇനി ലോ ഫ്ലെയിം തന്നെ വേണം കേട്ടോ. ഈ മസാലപ്പൊടികളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഇളക്കിയേക്കണ്ടോ.
എല്ലാം റെഡിയായി, നല്ല ചൂടായി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയം ഞാനങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്താലും കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണേ. എന്താണെന്ന് വെച്ചാൽ ചൂട് കാരണം പൊടിയെല്ലാം കൂടെ കരിഞ്ഞ് നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് ഇല്ലാണ്ട് വരും. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ അരയ്ക്കാനും എടുക്കുന്ന സമയത്ത് ഞാൻ ഒരിത്തിരി വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മസാല അരച്ച് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ആ സമയം നമ്മുടെ കുക്കർ തുറക്കുമ്പോഴത്തേക്കും എല്ലാം വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. കടലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എല്ലാം കറിക്കകത്തേക്ക് മിക്സ് ആയിട്ടും ഉണ്ട്. ഇനി അതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പൊ ആവി കാരണം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കടല തിളച്ച് വരുന്നു. അതിനകത്തേക്ക് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. ഗ്രേവി നമ്മുടെ അളവിനനുസരിച്ചിരിക്കും. നമുക്ക് നമ്മുടെ അളവല്ല, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിരിക്കും. കുറുകിയ ഗ്രേവി വേണമെങ്കിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എനിക്കിത് കുറേ പേർക്ക് പാർസലാക്കി പോകാനുള്ളതായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ചേർക്കുന്നുണ്ടേ. എനിക്ക് തോന്നുന്നത് കടലക്കറി നല്ല കുറുകി റോസ്റ്റ് ചെയ്ത മസാലയുടെ കറി കുറച്ച് കുറുകിയിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകയെ, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുകും കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗരം മസാല, കടലക്കറിക്കകത്തേക്ക് ഗരം മസാല നമ്മൾ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം അതും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കറി നമുക്ക് ഓഫ് ചെയ്യാം. ഇച്ചിരി സമയം തിളച്ചോട്ടോ കേട്ടോ, അതാണ് കറിക്കൊരു രുചിയെ. ഓഫ് ചെയ്ത് ഇതാ നമ്മുടെ ഉള്ളിയും ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുവേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് വെക്കുന്നതായിരിക്കാം നിങ്ങൾ. എന്നാൽ ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഒത്തിരി ആവശ്യമുണ്ടേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.